ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജങ്കാർ ഗാരേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പുതിയൊരു കണ്ടന്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. പുതിയ കണ്ടന്റ് അല്ല, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. എല്ലാവർക്കും പ്രശ്നം എന്ന് കഴിഞ്ഞാൽ സ്പെയർ പാർട്സിൻ്റെ വിലയാണ്. എന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് സ്പെയർ പാർട്സ് സ്ക്രാപ്പുള്ള വണ്ടികളുടെ എടുത്തിട്ടാണ്. അത്യാവശ്യം എല്ലാ മോഡലുകളുടെ സ്ക്രാപ്പ് ഉണ്ട്. അത് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ ചെന്ന് കാണാം. ഇപ്പോൾ നമ്മുടെ ഇരിക്കുന്ന ഒരു ആക്റ്റീവയുടെ കാർബറേറ്റർ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ കാർബറേറ്റർ റീപ്ലേസ്മെൻ്റ് ആണ്. പുതിയതിന് കുറച്ച് ഫണ്ടാവും, ഒരു 1,700 2,000 ഇടയ്ക്ക് വരുന്നുണ്ട്. ഇതാകുമ്പോൾ നിങ്ങൾക്ക് വിലയൊക്കെ അവിടെ ചെല്ലുമ്പോൾ പറയാം, ഇവിടെ നേരിട്ട് ചോദിക്കും, സംസാരിക്കാം. അപ്പോൾ ഇത് എൻ്റെ ഗ്യാരേജ് വരുന്നത് എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തിക്കടുത്ത് തുപ്പുംപടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. തോപ്പുംപടിയല്ല, തുപ്പുംപടി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. സുഹൃത്തുക്കളെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്ക്രാപ്പ് യാർഡ്. ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നടക്കുന്നത്. അതുപോലെ പാർട്സുകൾ എന്ത് വേണമെങ്കിലും നമുക്ക് കൊണ്ടുതരാം. ഇപ്പോൾ ഡെലിവറി കൊടുക്കുന്നു, ഏത് ജില്ലകളിലായാലും ഡെലിവറി കൊടുക്കും. ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്, 14 ജില്ലകളിലും. അതുപോലെ തന്നെ കേരളത്തിന് വെളിയിൽ തമിഴ്നാട്ടിലേക്കും അതുപോലെ തന്നെ ഇവിടുന്ന് ബാംഗ്ലൂരേക്ക് വരെ നമ്മുടെ പാർസലുകൾ, AC കംപ്രസറുകൾ, അങ്ങനെ സാധനങ്ങൾ നമുക്ക് കൊടുക്കാറുണ്ട്. ഒരു കംപ്രസർ നമ്മൾ കൊടുക്കുമ്പോൾ അതിന്റെ പമ്പിങ് ചെക്ക് ചെയ്തിട്ട് വരെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ സേവനങ്ങൾ വരെ നമ്മുടെ കയ്യിലുണ്ട്. ലൈവ് ചെക്ക് ചെയ്തിട്ട് കൊടുത്തോളൂ. അതെ. ബൈക്ക് തൊട്ട് ബസ് വരെ ഉണ്ട്. A to Z പാർട്സും ഉണ്ട്. എല്ലാ പാർട്സുകളും നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ
ഇവിടുന്ന് ഞാൻ കൊടുക്കുന്ന നമ്മൾ വർക്ക്ഷോപ്പുകളിലേക്ക് കൊണ്ടുപോകുന്ന പാർട്സുകളിൽ എന്തെങ്കിലും കംപ്ലൈന്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ പാർട്ടികൾ വർക്ക്ഷോപ്പിൽ പറയുകയാണ് ആ ഞാൻ തന്നിരിക്കുന്ന സാധനം മോശമാണെന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ ഞാൻ തിരിച്ച് ഞാൻ കൊടുക്കാറുണ്ട്. പൈസ ആവശ്യപ്പെടുന്നവർക്കാണ് പൈസ നമ്മൾ കൊടുക്കുക. ഇപ്പൊ ഇതിന്റെ ബ്ലോഗ് ചെയ്യുന്ന ആസിക്കാണെങ്കിലും അതിനെക്കുറിച്ച് അറിയാം. നമ്മൾ അങ്ങനെ പാർട്ടികളിൽ നമ്മൾ ഇപ്പോൾ വർക്ക്ഷോപ്പുകാരാണെങ്കിലും പാർട്ടികൾക്കാണെങ്കിലും യാതൊരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ. പിന്നെ രജിസ്റ്റർ ഇവിടെ ബാറ്ററി കൊടുക്കാനായിട്ടുണ്ടാവോ? അതായത് സെക്കൻഡ് ബാറ്ററികൾ അങ്ങനെ നല്ല ബാറ്ററികൾ അപൂർവമേ വരാറുള്ളൂ. അത് ഇതുപോലെ തന്നെ നമ്മളിത് ബാറ്ററി നമുക്കിവിടെ കളക്ട് ചെയ്ത് വെക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ നിയമപ്രകാരം. നമ്മൾ വരുമ്പോൾ തന്നെ ബാറ്ററി ഓരോന്ന് വരുന്നുള്ളതാണെങ്കിലും അപ്പോൾ ഞങ്ങൾക്ക് കൊടുത്ത് കാലിയാക്കുകയാണ്. നമുക്ക് അങ്ങനെ ബാറ്ററി സ്റ്റോക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം ഉള്ളതുകൊണ്ട് അങ്ങനെ അധികം സൂക്ഷിക്കാറില്ലെങ്കിലും 1-2 എണ്ണമൊക്കെ എപ്പോഴും നല്ലതൊക്കെ നമ്മുടെ വണ്ടികളിൽ എടുക്കാൻ വരുന്ന വണ്ടികളിൽ ചെക്ക് ചെയ്യാനുള്ള ബാറ്ററികൾ അങ്ങനെയൊക്കെ നമ്മൾക്ക് ഉണ്ടാകുന്നുണ്ടാവും. ഓക്കെ. പിന്നെ കൂടുതലും ഏത് കമ്പനിയുടെ വണ്ടിയായിരിക്കും കൂടുതൽ ഇവിടെ പാർട്സ് ഉള്ളത്? അതായത് ഒട്ടുമിക്ക വണ്ടിയും കൂടുതലും ഉള്ളത് അങ്ങനെയൊന്നുമില്ല. എല്ലാ വാഹനങ്ങളും എല്ലാ ബുള്ളറ്റ് വരെ ഏകദേശം 1-2 ബുള്ളറ്റ് നമ്മൾ അയച്ചിട്ടുണ്ട്. ബാക്കി എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഈ 2 സ്ട്രോക്ക് വണ്ടികളുടെ യമഹ RX100 1-2 ടാങ്ക് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും ഇപ്പോൾ തീർന്നിരിക്കുകയാണ്. വരുന്നതനുസരിച്ച് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ചേട്ടനെ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ടാണെങ്കിലും വന്നാലും എൻ്റെ നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതിപ്പോൾ എൻ്റെ സുഹൃത്തായ അസീദിൽ ഒന്ന് ഈ ബ്ലോഗിൽ ഇട്ടാൽ മതി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് വരാറുണ്ട്. സ്ക്രാപ്പ് ഓർഡർ മാത്രമല്ല, പുള്ളി ഒരു മലയാള ചലച്ചിത്രം നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷത്തോടെ പുള്ളി പറയും. രജിസ്റ്റർ ഏതായിരുന്നു, ഏത് പടമാണ് നിങ്ങൾ? 2016 കാലഘട്ടത്തിൽ നേരം 12:45 എന്ന പേരുള്ള ഒരു തമിഴ് മലയാളം മൂവിയായിരുന്നു ഞാൻ നിർമ്മാണം ചെയ്തത്. ഞങ്ങൾ 4 പേര് കൂടി പാർട്ണർഷിപ്പിൽ ചെയ്തൊരു വർക്കായിരുന്നു. അതിൽ ഒരാളുടെ പേര് ബേബി, പിന്നെ ഒരാളുടെ പേര് പ്രദീപ് വർഗീസ്, പിന്നെ ഒരാൾ ഞാൻ, ഒരാൾ നമ്മുടെ ഇപ്പോൾ നിലവിലെ ഊട്ടിയിലെ നീലഗിരി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള പൊന്തു സാർ എന്ന് പറഞ്ഞ ആള്. അതായത് നമ്മുടെ സ്റ്റാലിൻ സാറിന്റെ റൈറ്റ് ഹാൻഡാണ് തമിഴ്നാട് മുഖ്യമന്ത്രി. ഞങ്ങൾ 4 പേര് കൂടിയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ തമിഴ്നാട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളുടെ പൈസ ഫണ്ടിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമുക്ക് ആ സിനിമ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അന്ന് ഞങ്ങൾ യൂണിറ്റ് സ്വന്തമായിട്ട് വാങ്ങിക്കുകയാണ് ചെയ്തത്. ട്രാക്ക് ആൻഡ് റോള്, ട്രൈപോഡുകൾ, അതുപോലെ ലൈറ്റ് യൂണിറ്റ് ഫുൾ സ്വന്തമായിട്ട് മേടിച്ചിട്ടായിരുന്നു ഞങ്ങളത് സിനിമ നിർമ്മാണം ചെയ്തത്. അതിൻ്റെ സംവിധാനം ചെയ്തത് സിജു ഇരുമ്പൻ എന്ന് പറഞ്ഞ അദ്ദേഹമായിരുന്നു. അദ്ദേഹമൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി. പിന്നെ അതിനിടയ്ക്ക് എനിക്ക് PWD കോൺട്രാക്ട് വർക്കുകൾ, പിന്നെ അതുപോലെ തന്നെ മീനിൻ്റെ എക്സ്പോർട്ടിങ്, എന്തും പിടിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു സംഗതികളൊക്കെ ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ട്. ഞങ്ങളുടെ സിനിമ നിർമ്മാണം ഒരുപാട് സാമ്പത്തികമൊക്കെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി. എങ്കിലും ദൈവം സഹായിച്ച് ആരോടും വായ്പയൊന്നും മേടിച്ചിട്ടല്ലായിരുന്നു ഞാനത് സിനിമ നിർമ്മാണം ചെയ്തത്. അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വന്നില്ല. അതിനുശേഷം വീണ്ടും നമ്മളായിട്ട് ആർമിൻ്റെ പണികൾ, മീൻ കച്ചവടത്തിൻ്റെ ആണെങ്കിൽ അത് വീണ്ടും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വന്നു. അതിനുശേഷം വീണ്ടും നമ്മുടെ ഈ സ്ക്രാപ്പ് യൂണിറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് ദൈവം സഹായിച്ച് ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് സിനിമാ താരങ്ങളൊക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ടോ? ഉണ്ട് ഒരുപാട്. അതുപോലെ തന്നെ ഞാൻ സാജൻ പള്ളത്തി ചേട്ടനൊക്കെ ആയിട്ട് ഓണത്തിന് ഒരുപാട് ഇറക്കിയിട്ടുണ്ട്. ഈ സാസ്കോ കട്ട കോമഡി എന്ന് പറഞ്ഞാൽ യൂട്യൂബുകളിലൊക്കെ കിടപ്പുണ്ട്. സാസ്കോ കോമിക് പ്രോസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമൊക്കെ ഞങ്ങൾ തന്നെ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഷാജി ചേട്ടൻ, നമ്മുടെ പാഷാണ ഷാജി എന്ന് പറഞ്ഞ ഷാജി ചേട്ടൻ, പിന്നെ ധർമ്മൻ ചേട്ടൻ, അങ്ങനെ എല്ലാവരും നല്ല ബന്ധങ്ങൾ പുലർത്തി പോകുന്ന ഒരാളാണ്. ഇരിക്കുന്നത് വെറും ആളല്ല, ഒരു കലാകാരനെ കൂടെയാണല്ലേ? അതെ. ഇത് ചേട്ടൻ മകനല്ലേ? അതെ. മകന്റെ പേരെന്തായിരുന്നു? ഹരിനാരായണൻ. ഓക്കെ, എവിടെ പഠിക്കണേ? SNDP. എത്രയിലാണ്? സുഹൃത്തുക്കളെ, കുറച്ച് സ്റ്റീരിയോ വന്നിട്ടുണ്ട്. ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കുന്നവർക്കൊക്കെ മിതമായ നിരക്കിലാണ്. അതുപോലെ ഓട്ടോറിക്ഷകളിലൊക്കെ വയ്ക്കാം. അതുപോലെ പിന്നെ കുറേ വൈപ്പറുകൾ, സസ്പെൻഷൻ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമുക്ക് സെപ്പറേറ്റ് എടുത്ത് പറയുമ്പോൾ ഇത്രയും സമയം പോരാ, കുറച്ചുകൂടെ ടൈം വേണ്ടി വരും. അതേപോലെ തന്നെ ആക്സിലുകളുണ്ട് റിയർ വീലിൻ്റെ കാറുകളുടെ. അതുപോലെ ഡിഫറൻഷ്യലുകളുണ്ട്. ഇതൊക്കെ ആക്സിലുകളാണ്. ഈ സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഫ്യൂൽ ടാങ്കുകളാണ്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ മുഴുവൻ എൻജിൻ പാർട്സുകളാണ്. ഒട്ടുമിക്ക എല്ലാ വണ്ടികളുടെയും കാറുകളുടെയും എൻജിൻ പാർട്സുകളുണ്ട്. ഇതൊക്കെ മുഴുവൻ എൻജിൻ പാർട്സുകളാണ്. അത് പിന്നെ ബൈക്കിൻ്റെ ഫൈബർ പാർട്സുകൾ. അങ്ങനെ പിന്നെ അപ്പുറത്തെ യാർഡിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഫുൾ ബൈക്കാണ്. ഇതിപ്പോൾ മുഴുവൻ എൻജിൻ പാർട്സുകളാണ്.
അതുപോലെ ടയേഴ്സ് ഉണ്ട്, സ്റ്റെപ്പിന് വെക്കാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ സ്റ്റെപ്പിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വെക്കാം. അതേപോലെ തന്നെ ബൈക്കുകളുടെ പഴയ വിൻറ്റേജ് വണ്ടികളുടെ നമുക്ക് വളരെ റെയറായിട്ട് ഉള്ള വണ്ടികളുടെയൊക്കെ ടെയിൽ ലൈറ്റും അങ്ങനെയുള്ള പാർട്സുകളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. ക്രാഷ് കാർഡ്സ്, ക്രാഡിൽ, അതുപോലെ അലോയ്സ്, ടാങ്ക്, അതേപോലെ ടെയിൽ പീസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം അപ്പാച്ചെ അത്യാവശ്യം വണ്ടികളുടെയൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയയിലുള്ളവർക്ക് ഇത് വളരെ ഗുണപ്രദമാണ്. എറണാകുളം പോകേണ്ട ആവശ്യമില്ല, ഇവിടെ അത്യാവശ്യം വണ്ടികളുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കെട്ടി തൂങ്ങി എറണാകുളം പോകേണ്ടി വരും. അതുകൊണ്ട് ഈ ഒരു ഏരിയ മുഴുവൻ ബൈക്കിൻ്റെ എൻജിൻ പാർട്സുകളാണ്, ടു വീലറുകളുടെ എല്ലാവിധ ടു വീലറുകളുണ്ട്. പിന്നെ ആ ഒരു കോർണർ നോക്കുമ്പോഴത്തേക്കും ഡോറുകളാണ്, റിയർ ഡോറുകളാണ്. അതിപ്പോൾ മാരുതിയോ ആയിരിക്കും കൂടുതൽ. അതേപോലെ തന്നെ ഇത് രതീഷ് ചേട്ടനെ കൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് ഈ ഒരു ഏരിയയിൽ വന്നിട്ട്. പക്ഷെ പുള്ളിക്ക് കസ്റ്റമർ ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം. നിങ്ങൾ ക്ഷമിക്കുക, ഞാൻ ആദ്യം ഇത് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു റേറ്റൊക്കെ പറയാമെന്ന്. പക്ഷെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പുള്ളിനെ വിളിച്ചുകൊള്ളുക, എല്ലാ തരം സ്പെയറുകളും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ വണ്ടി സ്ക്രാപ്പ് ചെയ്യാനും, അതായത് RC ക്യാൻസൽ ചെയ്ത് സ്ക്രാപ്പ് ചെയ്യാനും, അതുപോലെ സ്ക്രാപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും പുള്ളിനെ കോൺടാക്റ്റ് ചെയ്യുക. ഈ കിടക്കുന്ന വണ്ടികളെല്ലാം സ്ക്രാപ്പ് വണ്ടികളാണ്. അതേപോലെ തന്നെ ഒരുപാട് ഡാഷ്ബോർഡ്സ് ഇരിക്കുന്നുണ്ട്. കൂടുതലും ബോഡി പാർട്സ് ഉണ്ട്. പിന്നെ നമുക്ക് റെയറായിട്ടാണ് ഞാനിങ്ങനെ കണ്ടേക്കുന്നത്, ഒരു JCBയുടെ ഒരു പാർട്സ് കണ്ടേക്കുന്നത് ഇവിടെയാണ്. ഒരു ബക്കറ്റ് സെറ്റാണ് ഫുള്ളായിട്ടുള്ളത്. അതേപോലെ തന്നെ കുറേ ബോഡി പാർട്സ് ഉണ്ട്, നോക്കിയെടുത്താൽ മതി. ശരിക്കും പറയും ഇതേപോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട് നമുക്ക് ആദ്യം ഒരു ഡൗട്ട് വരും, നോക്കിയെടുക്കുക. ഒരുപാട് പാർട്സുകളുണ്ട്. അതേപോലെ തന്നെ ഡെലിവറി അവൈലബിൾ ആണ്, കൊറിയർ അയച്ചു തരുന്നു. സുഹൃത്തുക്കളെ, അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും വാഹനവുമായി ബന്ധപ്പെട്ട, ഗ്യാരേജുമായി ബന്ധപ്പെട്ട വീഡിയോകൾക്കായി എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുപോലെ ഇതിൻ്റെ ഓണറിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം. വന്ന് എടുക്കാൻ പറ്റില്ലെങ്കിൽ കൊറിയർ സൗകര്യമുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.